ചാവടിയോട് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു രക്ഷാമാർഗം പ്രാർത്ഥനയിലൂടെ. എന്താ മനുഷ്യ രാവിലെ തന്നെ ഒന്ന് തുറന്നേ? നിങ്ങൾ പത്രം വായിച്ച് ചായ കുടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ഇന്ന് ഏതാ ദിവസം നല്ല ഓർമ്മയുണ്ടോ? എന്ത് ചോദ്യമായിട്ട് എന്റെ ബർത്ത്ഡേ ഞാൻ മറക്കോ? അത് ശരി, അപ്പൊ നിങ്ങൾക്ക് അതും അറിയില്ലേ? എന്റെ മനുഷ്യ ഇന്ന് അച്ഛൻ വരുന്ന ദിവസാ. അല്ല പിരിവാണോ? അതൊന്നുമല്ല, ഇന്ന് വീടിനെത്തിപ്പാ. ഓ അച്ഛന് അറിയുന്നില്ല. ഒരവധി ദിവസം കിട്ടിയ നിങ്ങളെ പോയല്ലോ. ദൈവദോഷം പറയാതെ മനുഷ്യൻ നമ്മളൊന്നും അറിയുന്നില്ല. നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെ. ആ എന്തെങ്കിലും ആകട്ടെ. ആ കുറ്റകട്ടന്മാരൊന്നും ഇതുവരെ എഴുതിയില്ലേ? മിക്കവാറും വെഞ്ചരിപ്പ് കഴിഞ്ഞ് അച്ഛൻ പോയാലും അവരെ നിൽക്കും തോന്നണ്ട. അതെങ്ങനെ രാത്രി 2 മണി 3 മണി വരെ മൊബൈൽ നോക്കിയിരുന്നല്ലേ? സമയം 12 മണി ആയതേ ഉള്ളല്ലോ. സാറിന് നേരത്തെ ആണല്ലോ. വെറുതെ ഇവിടെ തലയിൽ നിന്നോട്ട് നിൽക്കാതെ ബാക്കി രണ്ടും കൂടെ എണീപ്പിക്കില്ല. എന്നിട്ട് വേണം മുറിയൊക്കെ വൃത്തിയാക്കില്ല. നമ്മുടെ ബൈബിൾ എവിടെയാ? അത് ഉപയോഗിച്ചിട്ട് കുറെ തപ്പെടുക്കണം. എല്ലാവരോടുമായിട്ട് പറയാം, വേഗം ബൈബിള് തപ്പെടുത്തോ. അച്ഛൻ വരുമ്പോ ഇവിടെ ബൈബിളില്ലാന്ന് വന്നാൽ നാണക്കേടാ. നീ ആ കുറച്ച് ശാന്തമ്മയുടെ വീട്ടിൽ പോയിട്ട് ബൈബിള് വായിക്കുന്നു. എന്തിനാണോ ശാന്തിയാമിന്റെ വീട്ടിൽ പോലെ? ഞാൻ മേരി ആന്റിക്ക് ദിവസത്തിലാക്കി. കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മുടെ പൂച്ച ഓടിച്ചെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയില്ലേ? അന്ന് പുറത്തു പറയാനുള്ളതൊക്കെ ഞാൻ അവളെ വിളിച്ചതാണ്. മാത്രമല്ല അവളുടെ സ്വഭാവം മോശം. നീ വേഗം പോയിട്ട് ശാന്തമ്മയുടെ അടുത്തുനിന്ന് വാങ്ങിക്കോ. എവിടം വരെയായി കാര്യങ്ങളൊക്കെ? ആയി വരുന്നു. എന്നാ നടക്കട്ടെ. ആരോ കഥവി മുട്ടുന്നു. അച്ഛൻ വന്നു എന്നാ തോന്നുന്നേ. എന്നാ അച്ഛാ ഇരിക്കാം. ഒരാളെ കൂടെ കാണാനുണ്ടല്ലോ, അവൻ ചെന്തി. എടി അമ്മു, നീ പോയി വല്യമ്മയെ വിളിച്ചോണ്ട് പോവാ. വൈകിട്ട് കുറച്ച് നാളായാലോ പള്ളിയിലേക്കൊക്കെ കണ്ടിട്ട്. ഒന്നും പറയണ്ട അച്ഛാ. ആകെപ്പാടെ ജോലിയില്ലാതെ കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ച. അന്ന് രാവിലെ പള്ളിയിൽ പോയ ആര് ദിവസം പോക്കാം. ഞായറാഴ്ച കുർബാന കടവുള്ളതാണെന്ന് അറിയില്ലേ? അച്ഛ, കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ നീരി ഞങ്ങളുടെ അടുത്തുനിന്ന് 1000 രൂപ കടം വാങ്ങിയിട്ട് ഇതുവരെ അവർ തിരിച്ചു തന്നിട്ടില്ല. എന്നും അവിടെ പോയി തെളിയിക്കാൻ എനിക്ക് വയ്യച്ച. ആ കടവുണ്ട്. ഞായറാഴ്ച കുർബാന നന്നായി ഒരുങ്ങി പങ്കെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അച്ഛൻ ആ പറഞ്ഞത് നേരാ. ഈ ഇടവകയില് ഏറ്റവും നന്നായിട്ട് ഒഴുകി വരുന്നത് ഞാനാണ്. എടാ മോനെ, നിന്നെ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ലാസ്റ്റ് എന്താ വെച്ചാൽ പള്ളി ഫുഡ് ഉണ്ടായിരുന്നു ഓണത്തിന്. ഓണത്തിന് മാത്രം പ്രത്യക്ഷപ്പെടും നീ ആരാണ്? മാവേലി. നിന്റെ കാര്യം എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടല്ല അച്ഛാ, ഭയങ്കര തിരക്കാണ്. രാവിലെ ബാഡ്മിന്റൺ ക്ലാസ്, ട്യൂഷൻ, പിന്നെ വൈകുന്നേരം ഡാൻസ് ക്ലാസ്. ഒട്ടും സമയമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതിനിടയ്ക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പള്ളിയിൽ പോകാൻ
അപ്പൊ നീയും അച്ഛൻ ഞാൻ പള്ളിയിൽ വരാറുണ്ട്, അച്ഛൻ കാണാത്ത. അങ്ങനെയാണെ അടുത്ത ആഴ്ച മുതൽ നിന്നെ പള്ളിയിൽ കൂടി കണ്ടോളാം. മക്കളെ, ഈ കുർബാനയ്ക്കും സൺഡേ സ്കൂളിനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച. ഞാൻ പറഞ്ഞവർക്ക് ഒരു അനുസരണയില്ല. അതിന് നിങ്ങളല്ലേ ഞായറാഴ്ച വരാറുണ്ടോ? ഇല്ലച്ച, സൗകര്യമൊക്കെ വരുമ്പോഴൊക്കെ വരാറുണ്ട്. കുടുംബ പ്രാർത്ഥനയെങ്കിലും ഉണ്ടോ? അതങ്ങനെയല്ല അച്ഛാ. വർക്ക് കഴിഞ്ഞു വന്ന് ഇതിനൊന്നും സമയം കിട്ടില്ല. പിള്ളേരുടെ കാര്യമാണെങ്കിൽ ട്യൂഷൻ ഇല്ലാതെ അവരെ എവിടെ എത്തിക്കാനും പറ്റില്ല. അച്ഛാ, ട്യൂഷൻ മാത്രമല്ല, എൻട്രൻസ് കോച്ചിങ് കൂടെ ഉണ്ട്. എന്റെ മക്കളെ, നിങ്ങൾക്ക് ഇതിനുവേണ്ടി ഭക്ഷണം കഴിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ. ഭക്ഷണം മുടങ്ങിയാലും കുളി മുടങ്ങിയാലും ട്യൂഷൻ മുടങ്ങാൻ പാടില്ല. അതാണ് ഇവിടുത്തെ. എന്റെ ദൈവമേ, ഇതിലും നല്ലത് ഉള്ളാണ്ടേ. എന്നാ നമുക്ക് ഇനി പ്രാർത്ഥിക്കാം. എടാ മോനെ, നീ ആ ബൈബിൾ എടുത്ത് എഫേസ്യോസ് 5:22 മുതൽ വായിച്ചേ. കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ പറയാം. മക്കളെ, ഇപ്പോൾ നമ്മൾ കൈത്താക്കാലത്തിലാണല്ലോ. കൈതക്കാലം ഇപ്പൊ മഴക്കാലല്ലേ. മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വേദപാഠത്തിന് എതിരാതെ ട്യൂഷൻ വിട്ട് കഴിഞ്ഞാൽ അവരിതൊക്കെ എങ്ങനെ അറിയും? കൈത്താക്കാലം എന്നാൽ വിളവെടുപ്പിന്റെ കാലമാണ്. നമ്മളിൽ നിന്ന് ദൈവം ഫലം ആവശ്യപ്പെടുന്ന കാലം.